ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഞാൻ അസൂയയോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒന്നാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഞാൻ കോൺഗ്രസ്സുകാരോട് പറയാനുള്ള അവസ്ഥയില്ല, ഞങ്ങൾക്ക് കുറച്ച് അസൂയ ഉണ്ടാക്കാൻ. കാരണം നിങ്ങളത് ആ ഭംഗിയായി അസലായിട്ട് ചെയ്യുന്നുണ്ട് കേരളം മുഴുവൻ. അദ്ദേഹം നൽകിയ പിന്തുണ എന്തൊരു പിന്തുണയായിരുന്നു ആ കാര്യത്തിൽ. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള പ്രവാചകന്റെ ദർശനം ഹൃദയത്തിലേറ്റി അല്ലെ, ഉള്ളവനില്ലാത്തവന് കൊടുക്കാനുള്ള ആ കാരുണ്യത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് പകർത്തി. ഇസ്ലാം എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ മതമാണ് എന്ന് ഉയർത്തിപ്പിടിച്ച മനുഷ്യൻ കൂടിയായിരുന്നു അതാണ് അദ്ദേഹത്തെ എല്ലാ കാര്യത്തിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട, പ്രതിപക്ഷത്തും മുന്നണിയിലും എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട ഒരാൾ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥിതി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമുണ്ടായി. അദ്ദേഹം ലീഗിന്റെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ ലീഗിന്റെ മുഖ്യമന്ത്രിയായി CH മുഹമ്മദ് കോയ വന്നു. ലീഗിന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായി, സി അഹമ്മദ് സാഹിബ്. അങ്ങനെ ഒരുപാട് ഭാഗ്യം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനും അദ്ദേഹം ഇടയായി. എല്ലാ നേതാക്കളുമായി താൻ ബന്ധപ്പെട്ടവരും സാധാരണക്കാരായ മനുഷ്യരും എല്ലാവരുമായി അദ്ദേഹം അവരെ ഹൃദയത്തോട് ചേർന്നു. ഇന്ന് നമ്മൾ ശിഹാബ് തങ്ങളുടെ ആദർശവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഉറച്ച നിലപാട് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞകാല രാഷ്ട്രീയത്തിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുന്നണിയും എടുക്കാത്ത അചഞ്ചലമായ നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF കേരളത്തിൽ സ്വീകരിച്ചത്. വർഗീയത പറയുന്നവരോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള അതിശക്തമായ നിലപാട്. ഞങ്ങൾ കരുതിയത് കേരളം എന്ന് പറയുന്നത് സെക്കുലറാണ്. കേരളത്തിൽ കുറെ മത നേതാക്കന്മാരും കുറെ രാഷ്ട്രീയ നേതാക്കന്മാരും ജനങ്ങളെ കമ്മ്യൂണലാക്കാൻ, ജനങ്ങളെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളാണ് അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത്. അതിന് UDFന് ഒരു ഉത്തരവാദിത്തമുണ്ട്. കേരളത്തിലെ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും സെക്കുലറാണ്, മതേതര നിലപാടുള്ളവരാണ് എന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് നയിച്ചത്. ഒരു കാലത്തും എടുക്കാത്ത നിലപാട്, ശക്തമായ നിലപാടെടുക്കും. ശിഹാബ് തങ്ങൾ എന്താണ്? ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും നാടിന് നല്ലതല്ല എന്ന നിലപാടാണ് അദ്ദേഹം എടുത്തത്. ഒരു തരത്തിലുള്ള ന്യൂനപക്ഷ വർഗീയതയെയും ശിഹാബ് തങ്ങൾ തന്റെ ജീവിതകാലത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അവരോടാണ് അദ്ദേഹം പലപ്പോഴും ഏറ്റുമുട്ടിയത്. പലപ്പോഴും അദ്ദേഹത്തോട് പിണങ്ങി പിരിഞ്ഞു പോയവര് അദ്ദേഹത്തിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞവരാണ്. അങ്ങനെ തീവ്രവാദം ശിഹാബ് തങ്ങൾക്ക് മുസ്ലിം ലീഗിനും പോരാ എന്ന് പറഞ്ഞ് പിണങ്ങി പറഞ്ഞു പോയവരെ തോളത്ത് വെച്ച കുറെ ആളുകളാണ് നമ്മളെ മതേതരത്വം പഠിപ്പിക്കാൻ പിന്നീട് വന്നത്. അതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയം കണ്ടവരാണ്, അവരുടെ കാപട്യം തിരിച്ചറിഞ്ഞവരാണ്. അതിലൊന്നും ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വിട്ടുവീഴ്ച ചെയ്തില്ല എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് UDFന്റെ രാഷ്ട്രീയ വിജയം മാത്രമായിരുന്നില്ല, അത് കേരളം ഈ രാജ്യത്തോട് ഉറക്ക വിളിച്ചു പറയുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഞങ്ങളുടെ കേരളം മതേതര കേരളമാണ് എന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു. എല്ലാവരോടും നമുക്ക് സൗഹൃദത്തിൽ പോകാം, എല്ലാവരോടും നമുക്ക് സ്നേഹത്തിൽ പോകാം, നമുക്ക് എല്ലാവരെയും ചേർത്ത് നിർത്താം. പക്ഷേ അതിനിടയിൽ വർഗീയത പറയാൻ ആരെങ്കിലും വന്നാൽ മുഖത്ത് നോക്കി അത് പറയരുത് എന്ന് പറയും. അത് പറയാനുള്ള ഒരു സർക്കാർ ഇനി കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ശിഹാബ് തങ്ങളുടെ പാരമ്പര്യം അത് നമുക്ക് ഉയർത്തിപ്പിടിക്കണം, ഒരു സംശയവും വേണ്ട. പാണക്കാട്ടെ പൂമത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ വാക്കുകളാ. ആ പേര് പറയുമ്പോൾ തന്നെ നമ്മൾ വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകും. നമ്മളുടെ മനസ്സ്, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ വികാരങ്ങൾ ഒക്കെ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അങ്ങനെ ആവണമല്ലോ അല്ലേ? ഈ സമുദായത്തിന്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ലല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വികാരഭരിതരാകും. നമ്മൾ എന്തെന്നില്ലാത്ത ചില വികാര വിക്ഷോഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അത് മറ്റൊന്നും കൊണ്ടല്ല, സമുദായത്തിനാണെങ്കിലും ശരി, കേരളത്തിനാണെങ്കിലും ശരി, അദ്ദേഹം അങ്ങനെ വേർതിരിച്ച് കണ്ടിട്ടില്ല. അദ്ദേഹം
കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നന്മകൾ മാത്രം സംഭാവന ചെയ്തിട്ട് കടന്നുപോയൊരു വ്യക്തിയാണ്. എപ്പോഴും ഒരു പ്രതീക്ഷയായിരുന്നു, ഒരു പ്രതീക്ഷയുടെ ഒരു കനിക അല്ലെങ്കിൽ ഒരു ഹോപ്പ്, അതായിരുന്നു ശിഹാബ് തങ്ങൾ എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിയുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ യാത്രകൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അവിടെ ശിഹാബ് തങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിട പറയുന്നത് വരെ നമ്മുടെ നാടിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ, ലീഗിനെ ലീഗാക്കി മാറ്റിയ നേതാവ്, ലീഗിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു നേതാവ്. ആ നേതാവാണ് നമുക്ക് കടന്നു പോയത്. ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ജനങ്ങളുടെ മനസ്സുകളിൽ എങ്ങനെ സ്ഥാനമുറപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് ചേർത്ത് നിർത്തലാണ്. പല രീതിയിലുള്ള ചേർത്ത് നിർത്തലുകളാണ്, പല രീതിയിൽ. അത് ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുന്നു അല്ലേ? ആശ്വാസത്തിൻ്റെ വാക്കുകളായിട്ട് കൊടപ്പനക്കലെ തറവാട്ട് ഇന്നും തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചേർത്ത് നിർത്തലുകൾ തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ ഇത്രമാത്രം ആഴത്തിലുള്ള സാന്നിധ്യം ഉറപ്പിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം ലീഗ് നടത്തിയ ഈ പറയുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, അതിനെ നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നതിലപ്പുറം അതൊരു ചേർത്ത് നിർത്തലാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടതാണ് അത് എന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികൾ എന്നല്ല, എല്ലാ വ്യക്തികളും ചെയ്യേണ്ട കാര്യമാണ്. ലീഗ് എന്ന് പറയുന്നത് അതൊരു പാർട്ടി എന്നുള്ള രീതിയിൽ, ഒരു ചട്ടക്കൂട് എന്നുള്ള രീതിയിൽ, ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ അത് ഒന്നുകൂടി വളരെ കാര്യക്ഷമമായിട്ട് ഊന്നൽ നൽകി ആ ചേർത്ത് നിർത്തലിൻ്റെ പാതയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു എന്നുള്ളതാണ് ലീഗിനെ വ്യത്യസ്തരാക്കുന്നത്. എല്ലാ കാലത്തും ഉടുതുണിക്കും മറുതുണിയില്ലാതെ നിന്ന പല ആളുകളുമുണ്ട്. പല ഘട്ടങ്ങളിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയും ഈ ചേർത്ത് നിർത്തലുകൾ പല രീതിയിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പറയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ മാത്രമൊന്നല്ല, അതൊക്കെ വളരെ ചെറിയ രീതിയിലുള്ള ചേർത്ത് നിർത്തലുകളാണെന്നാണ് ഞാൻ അതിനെ കാണുന്നത്. എനിക്ക് അതിനേക്കാളൊക്കെ ഉപരി ലീഗ് നടത്തിയ പല പല രീതിയിലുള്ള ഇടപെടലുകളുണ്ട്. ഏറ്റവും വലിയ ചേർത്ത് നിർത്തൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ 1992 ഡിസംബർ 6 ബാബരി മസ്ജിദിൻ്റെ തങ്കത്താഴിക കുടങ്ങൾ തകർത്തപ്പോൾ അന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെടുത്ത നിലപാട്, ആ നിലപാട് അതാണ് ഇപ്പോൾ സതീശൻ പറയുന്നത്, മുഖ്യമന്ത്രി. അന്ന് ലീഗിന് തീവ്രത പോരാ, ഇത് ശരിയാവില്ല, കുറച്ചും കൂടി ആളി കത്തിക്കണം, അല്ലാതെ കത്താത്ത തീ ഊതിക്കെടുത്തുകയല്ല വേണ്ടത്, കത്താത്ത തീ ഉണ്ടെങ്കിൽ അതിനെ കത്തിച്ച് വിടുന്ന ലീഗായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ആളുകളാ. അങ്ങനത്തെ ആളുകളുണ്ടായിരുന്നല്ലോ. തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട്, സ്ട്രോങ് പോരാന്നാ പറഞ്ഞത്. ഏത്? കട്ടൻ ചായക്ക് സ്ട്രോങ് പോരാന്നല്ല, ലീഗിന് സ്ട്രോങ് പോരാന്ന്. ഏത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ തമ്മിലടിപ്പിക്കണം എന്നുള്ളതായിരുന്നു ചില ആളുകളുടെ ആവശ്യം എന്ന് പറയുന്നത്. ഇപ്പോഴും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്, അത് കുഴപ്പമില്ല, പോണോല് പോട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ എടുത്ത നിലപാട്, ആ നിലപാട് ശരിയായിരുന്നു എന്ന് സമൂഹം വിളിച്ചു പറയും. ഏത്? തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയപ്പോൾ അന്ന് തങ്ങൾ പറഞ്ഞതാ, പോണോല് പോയിക്കോട്ടെ, നമ്മൾ 4 വോട്ടിന് വേണ്ടിയിട്ടല്ല ഈ പണിയെടുക്കുന്നത്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ പോയ ആളുകൾ, അല്ലെങ്കിൽ തീവ്രത പറഞ്ഞ പോരാ, കുറവാണ്, അത് ഒന്നുകൂടി പവർഫുൾ ആവണം, തീ ആളിക്കത്തിക്കണം, കത്തിയില്ലെങ്കിൽ എണ്ണ ഒഴിക്കണം എന്ന് പറഞ്ഞ ആളുകളുടെ നിലപാടല്ല തീ കത്തിക്കരുത്, തീ കെടുത്തണം എന്ന് പറഞ്ഞ ലീഗിൻ്റെ നിലപാടാണ് ശരിയെന്ന് കാലം തെളിയിക്കുമെന്ന് അന്ന് പാണക്കാട്ട പൂമുത്ത് പറഞ്ഞു. കാലം അത് തെളിയിച്ചില്ലേ അല്ലേ? അത്തരം ചേർത്ത് നിർത്തലുകളാണ്. അതാണ് ചേർത്ത് നിർത്തൽ യഥാർത്ഥത്തിൽ. നമ്മളിപ്പോൾ ഒരാൾ കഷ്ടത അനുഭവിക്കുമ്പോൾ, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ തരണം ചെയ്യാൻ വേണ്ടി സഹായങ്ങൾ നൽകുക എന്നതിനപ്പുറം ഇതാണ് ചേർത്ത് നിർത്തൽ. കാരണം ആ ഒരു ചേർത്ത് നിർത്തൽ എന്ന് പറയുന്നത്
കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയായിരുന്നു ഇങ്ങനെ ചേർത്ത് നിർത്തിയത് അല്ലേ? അപ്പോഴാണ് ചില ആളുകൾ പറഞ്ഞത് ഇത് പോരാ, തമ്മിലടിപ്പിക്കുകയാണ് വേണ്ടത്, തീ കത്തിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് പോയ ആളുകൾ. അപ്പം തങ്ങൾ പറഞ്ഞത് അതല്ല, എല്ലാവരെയും ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് നിർത്തണം നെഞ്ചോടെന്ന് പറയുന്നത്. ഇപ്പം ലീഗിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനം ഈ പറയുന്ന ബാബരി മസ്ജിദ് തകർത്തപ്പോൾ ഉണ്ടാക്കിയ ആ തങ്ങളെടുത്ത നിലപാട്, അതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. മനസ്സിലായില്ലേ? ഒരു സമൂഹം സമാധാനത്തോടു കൂടി നിലനിന്നാലല്ലേ പിന്നെ അവിടെ മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണെങ്കിലും പൊതുപ്രവർത്തനങ്ങളാണെങ്കിലും ക്ഷേമപ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെ നടക്കുകയുള്ളൂ. ഒരു എന്താ പറയേണ്ടത്, ഒരു അസ്ഥിരമായിട്ടുള്ള ഒരു സമൂഹം, ആ സമൂഹത്തിൽ പിന്നെ എന്ത് ക്ഷേമപ്രവർത്തനങ്ങളാണ്, എന്ത് സാമൂഹിക പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്? ലീഗ് നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ചത് അതാണ്. അത് കഴിഞ്ഞിട്ടേ ലീഗ് നടത്തുന്ന ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ വരികയുള്ളൂ. അതിന് സമാനമായ ഒരുപാട് ഇൻസിഡൻറ്റുകൾ പാണക്കാട്ടെ മുറ്റത്ത് നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ അല്ലേ, ക്ഷേത്രക്കവാടത്തിന് ഒരു പ്രാന്തൻ തീ വെച്ചു. തങ്ങൾക്ക് രണ്ടിലൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല, ഓടിയെത്തി അങ്ങോട്ട്. കഥകൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അല്ലേ തളി ക്ഷേത്രത്തിൻ്റെ കവാടത്തിന്. അപ്പോൾ ഇതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ പറയുന്ന കേരളത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത്തരത്തിൽ ആ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കാരുണ്യ പ്രവർത്തനം ലീഗ് നടത്തിയത് പാണക്കാട്ട പൂമുത്തിൻ്റെ ഇടപെടൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയുക ഈ പറയുന്ന 1992 ഡിസംബർ 6 ബഹുമാനപ്പെട്ട തങ്ങളെടുത്ത നിലപാടുകളാണ് എന്നുള്ളതാണ് അല്ലേ? അതിനപ്പുറം അതിന് ശേഷേ അതിന് താഴെ നമ്മൾ ഈ ചെയ്ത ബാക്കിയുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ? നമ്മുടെ പാർട്ടി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം രാജ്യത്ത് കേരളത്തിൽ നടത്തിയ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളൊക്കെ അതിന് താഴെ മാത്രമേ വരുള്ളൂ. മനസ്സിലായില്ലേ? കാരണം അത് തമ്മിലടിച്ച് കത്തിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ഒരു കൂട്ടം ആളുകൾ ശ്രമം നടത്തുന്നു. കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ തമ്മിലടിപ്പിക്കാൻ ഒരു ഭാഗത്ത് ശ്രമം നടത്തിയപ്പോൾ അങ്ങനെ കേരളത്തിൻ്റെ പൊതുസമൂഹം തമ്മിലടിച്ച് പിരിയേണ്ടതല്ല, ഇത് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്നുള്ള ഒരു തീരുമാനം പാണക്കാട്ടെ പൂമുത്തെടുത്ത്. അതിനും വലിയ കാരുണ്യ പ്രവർത്തനം എന്താ? കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ? ചേർത്ത് നിർത്തലും സ്നേഹവും പരസ്പരമുള്ള സൗഹാർദ്ദവും സാഹോദര്യവും. ഇതിനൊക്കെ അപ്പുറം മറ്റ് നമ്മൾ നൽകുന്ന ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളും ഇതിനൊന്നും മുകളിലെത്തുകയില്ല. അപ്പം ലീഗ് എവിടെ നിന്ന് ഇത്തരത്തിൽ ഈ ആഴത്തിലുള്ള വേരോട്ടം ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃക ഇതാ. കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്ന ആ ഒരു ഏർപ്പാട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഒന്ന് ചർച്ച ചെയ്യണമെന്ന് കരുതിയത്. കാരണം പലപ്പോഴും ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ലീഗിൻ്റെ ഈ പറയുന്ന ചിലപ്പോൾ വീട് നിർമ്മാണം, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള സഹായങ്ങൾ, അല്ലെങ്കിൽ പല രീതിയിലുള്ള അങ്ങനെയുള്ള ഒരുപാട് ഈ എന്താ പറയേണ്ടത് നമ്മളെ ഫിസിക്കൽ ചില പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുണ്ട്. അതിനേക്കാളൊക്കെ മികച്ചു നിൽക്കുന്ന പ്രവർത്തനമായിരുന്നു ഈ 92 ഡിസംബർ ബാബരി മസ്ജിദിൻ്റെ ധ്വംസനം. അന്ന് തങ്ങളെടുത്ത തീരുമാനവും നിലപാടും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ലീഗ് അതിനുശേഷം നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളുടെ ഓർമ്മക്ക് നടത്തിയ ബൈത്തുർ റഹ്മ അതിലൊന്ന് മാത്രമാണ്. ഇനി പേരിട്ടും പേരിടാതെയും ഒക്കെ വിളിച്ചും വിളിക്കാതെയും ഒക്കെ ചെയ്ത ഒരുപാടധികം അനേകായിരം പ്രവർത്തനങ്ങൾ, ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങളൊക്കെ ഈ പറയുന്ന ആ നിലപാടായിരുന്നു കാരുണ്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക എന്ന് പറയുന്നത് പാണക്കാട്ടെ പൂമുത്തിൻ്റെ ആ നിലപാട്.
കാരുണ്യമുള്ള ഒരു മനുഷ്യനത് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ആ കാരുണ്യം കാണിച്ചത് കൊണ്ടാണ് പറഞ്ഞത് തീവ്രത പോരാ. ചില ആളുകൾ പറഞ്ഞു പോയി ഇറങ്ങിപ്പോയി, ഇത് തീവ്രത പോരാന്നാ പറഞ്ഞത്. ഇങ്ങനൊന്നും ചെയ്താൽ പറ്റൂല, കാരുണ്യം കാണിച്ചാൽ ശരിയാവൂല, സ്നേഹവും സാഹോദര്യവും കാണിച്ചാൽ ശരിയാവൂല. അപ്പം അതാണ് ഞാൻ പറയുന്നത്. അപ്പം അതിനേക്കാൾ വലിയ കാരുണ്യ പ്രവർത്തനം എന്താ ഉള്ളത്? തങ്ങള് കാരുണ്യത്തോടു കൂടി മറ്റുള്ളവരെ കൂടി നോക്കിക്കാണാൻ തങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു അത് പറ്റൂല, തീവ്രത പോരാ. അപ്പം ആ കാരുണ്യ പ്രവർത്തനങ്ങളിലെ നമ്പർ 1 എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മളുണ്ടാക്കിയ വയനാട്ടിലെ ടൗൺഷിപ്പോ ബൈത്തുർ റഹ്മയോ മറ്റുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളോ സഹായങ്ങളോ ഒന്നുമല്ല. വളരെ കൃത്യമായിട്ട് ആ കാരുണ്യത്തിൻ്റെ നിലപാടായിരുന്നു എന്നുള്ളതാ. അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അതാണ്. അതിന് പാണക്കാട്ട് തങ്ങളോട് നമ്മൾ കടപ്പെട്ടിരിക്കുക. അന്ന് തങ്ങളെങ്ങാനും മറ്റൊരു നിലപാടെടുത്തിരുന്നെങ്കിൽ, ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയാണ്, അല്ലേ, അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുമായിരുന്നില്ലേ? ഈ പാർട്ടിയുടെ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുമായിരുന്നില്ലേ? പക്ഷേ വളരെ വളരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരുപാട് ദിവസം ചിന്തിച്ചാലോചിച്ച് എടുത്ത തീരുമാനമല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് അവിടെ ഇത് തകർക്കപ്പെട്ടു എന്നുള്ള വാർത്ത വരുമ്പോൾ വെരി നെക്സ്റ്റ് സെക്കൻഡിൽ തങ്ങളെടുത്ത നിലപാട്. എവിടുന്നാ അങ്ങനെ ഒരു നിലപാട് വന്നത് എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അറിയുന്ന എത്ര പേര് നമുക്കിടയിലുണ്ട്? തങ്ങളുടെ ദൈനംദിന ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പാണക്കാട്ട പൂമുത്തിൻ്റെ ഓർക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു ജീവിത വിശുദ്ധി കൊണ്ടു നടന്നത് കൊണ്ട് മാത്രമാണ് അത്ര സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് സാധിച്ചത് എന്നുള്ളതാ. അല്ലേ? അപ്പം ഞാനിത് പറയുമ്പോൾ ഇത് പറയണമെന്ന് എനിക്ക് തോന്നാൻ കാരണം, കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച്, കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ പാർട്ടി 1-ാം സ്ഥാനത്താണ് എന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോൾ പലപ്പോഴും ഈ കാരുണ്യ പ്രവർത്തനം എന്ന് കേൾക്കുമ്പോഴേക്കും ലീഗ് നടത്തിയിട്ടുള്ള ഈ പറയുന്ന വീട് വെക്കലും ബാക്കിയുള്ള കാര്യങ്ങളും മറ്റുള്ള സഹായങ്ങളും അതും ഇതും മറിച്ചതൊക്കെ ഉണ്ട്. അതിലേക്ക് നമ്മുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്ത അതിലേക്കല്ല പോകേണ്ടത്. അതിനേക്കാൾ വലിയ കാരുണ്യ പ്രവർത്തനമായിരുന്നു ആ തീരുമാനം, ആ നിലപാടായിരുന്നു. 1 രൂപയുടെ ചെലവില്ലാത്ത, പക്ഷേ 10,000 കോടി രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന ഒരു കാരുണ്യ പ്രവർത്തനം. അതായിരുന്നു തങ്ങളുടെ നിലപാടെന്ന് പറയുന്നത്.